ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. സൂപ്പർമാൻ എന്ന് പറഞ്ഞ അടുത്ത ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഉള്ള രീതിയിൽ വന്നിരിക്കുകയാണ്. എന്തായാലും ഡേവിഡ് കൊറസ്വെറ്റിന്റെ പേര് ക്ലാർക്ക് കെന്റ് എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ റച്ചൽ ബ്രോസ്നാന്റെ പേര് ലൂയിസ് ലെയിൻ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സ്കൈലർ ഗിസോണ്ടോന്റെ പേര് ജിമ്മി ഓൾസർ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മിക്കേല ഹൂവറിന്റെ പേര് കാറ്റ് ഗ്രൻഡ് എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ വെൻഡൽ പേഴ്സിന്റെ പേര് പെരി വൈറ്റ് എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബെക് പെനറ്റിന്റെ പേര് സ്റ്റീവ് ലോംബാർഡ് എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാരിസൺ എന്ന് പറഞ്ഞ ടീച്ചർ പുറത്തിറങ്ങിയിരുന്നു. അത് 24 മണിക്കൂറിനുള്ളിൽ 2 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റോന്ത് എന്ന് പറഞ്ഞ റിലീസ് ജൂൺ 13 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈക ബെർണ്ടോടാണ്. എന്തായാലും ജംഗ്ലി പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് കമ്പനി മലയാളത്തേക്ക് ആദ്യമായിട്ട് വരുന്നതാണ് ഈ പടത്തിലൂടെ. എന്തായാലും അതുകൂടി അറിയിച്ചിട്ടുള്ള പോസ്റ്റേഴ്സ് ആണ്. 2 പോസ്റ്റർ വന്നിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ 3 BHK എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിന്റെ 30 days to go പോസ്റ്റർ വന്നു. പിന്നെ മദ്രാസ് മാറ്റിനി എന്ന് പറഞ്ഞിടത്തിന്റെ സ്നീക്ക് വീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും പടം എന്നാണ് റിലീസ് ആവുന്നത്. പിന്നെ ഹനുമാൻ എന്ന് പറഞ്ഞിടത്തിന്റെ മെർച്ചൻഡൈസ് പുറത്തിറക്കിയിട്ടുണ്ട്. വേണ്ടവർക്ക് വാങ്ങിച്ചു നോക്കാം, അത്രേ ഉള്ളൂ. പിന്നെ DNA എന്ന് പറഞ്ഞിട്ടുള്ള അതോടെ പടം ജൂൺ 20 ഒഫീഷ്യലി റിലീസ് ആവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നായികയായിട്ട് നിമിഷ സാജനാണ് വരുന്നത്. പിന്നെ ജന്മ നക്ഷത്രം എന്ന് പറഞ്ഞിടത്തിന്റെ ഒഫീഷ്യൽ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കാന്താര എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് വേൾഡ് എൻവിറോൺമെന്റ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ വന്നു. പിന്നെ രവിമോഹൻ എന്ന് വെച്ചാൽ ജയൻ രവി, അതിനിപ്പോൾ എല്ലാവർക്കും പറഞ്ഞു തരണമെന്നുള്ള അറിയത്തില്ല. എന്തായാലും രവിമോഹൻ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലോഗോ പുറത്തിറക്കിയിട്ടുണ്ട്. രവിമോഹൻ സ്റ്റുഡിയോസ് എന്നാണ് പേര് കൊടുത്തിട്ടത്. പിന്നെ RT76 രവിതേജയുടെ 76ാമത്തെ പടത്തിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു പോസ്റ്റർ വന്നിട്ടുള്ളത്. അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ടൈറ്റിൽ പടത്തിന് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ടുള്ള അസബലിന്റെ പടത്തിന്റെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. കേരളത്തിലത്തെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിരുന്നു മുന്നേ തന്നെ. എന്നാണ് പടം റിലീസ് ആവുന്നത്. പടത്തിന്റെ UK തിയേറ്റർ ലിസ്റ്റും ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, KSA അതേമാതിരി UAE എന്ന് പറഞ്ഞ സ്ഥലത്തെ തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിലത്തെ മരണ വീട്ടിലെ മെയിൻ എന്ന് പറഞ്ഞിട്ട് ബൈജുവിന്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ചെയ്യാൻ 63 എന്ന് വെച്ചാൽ ചെയ്യാൻ വിക്രമിന്റെ അടുത്തായിട്ട് വരാൻ പോണ പടമാണ്. മഡോനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മാവീരൻ സിനിമ എടുത്ത ആളുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള അടുത്ത പടം. ആ പടത്തിൽ നായികയെ എത്താൻ പോകുന്നത് പ്രിയങ്ക അരുൾ മോഹൻ അതേമാതിരി മീനാക്ഷി ചൗധരി ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. 2 ഹീറോയിൻസ് ഉണ്ടാവും എന്നുള്ള അറിയില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരാളായിരിക്കാം. പിന്നെ ചോട്ടാമ്പൈ എന്ന് പറഞ്ഞ പടത്തിലത്തെ ചിട്ടികുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പടം 4K റീ റിലീസിനായതിന്റെ ഭാഗമായിട്ടാണ്. എന്തായാലും എന്താണ് റീ റിലീസ് ആവുന്നത്. അപ്പോൾ അതിന്റെ കേരള തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നല്ല ബുക്കിംഗ് ആണ്, കുറെ സ്ഥലത്തു നിന്നൊക്കെ കിട്ടുന്ന പടത്തിന്. പിന്നെ ബെൻസൺ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് വാൾട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നീമ്പോളുടെ ക്യാരക്ടർ വില്ലനായി വരുന്ന ക്യാരക്ടറാണ്. എന്തായാലും അത് അത്യാവശ്യം വൈറലായിട്ടുണ്ട്. 2.5 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ സൂര്യ 46 എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഒന്നുമില്ല, അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയിട്ടുള്ള ഫോട്ടോ ആണ്. എന്തായാലും ഇതിന്റെ ഷൂട്ട് ജൂൺ 9 തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ തകലേഷ് എന്ന് പറഞ്ഞിട്ടുള്ള മണിരത്നത്തിന്റെ പടം റിലീസായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ ഇതിന്റെ പ്രതീക്ഷ ഒക്കെ പോയതായിരുന്നു. അതേപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ താല്പര്യമാണ് പോയി കാണേണ്ടത് എന്നുള്ളത് പൊതുവെ അഭിപ്രായം ആവറേജ് എന്നുള്ള രീതിയിലാണ്. എന്തായാലും പടത്തിന്റെ ഫസ്റ്റ് ഡേയിലത്തെ കളക്ഷൻ വേൾഡ് വൈഡ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് 18 കോടിയും ഓവർസീസിൽ നിന്ന് 25 കോടിയും എന്ന് വെച്ചാൽ 43 കോടിയുടെ അടുത്താണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഒഫീഷ്യലായിട്ട് ഇന്ന് അതിന്റെ കളക്ഷൻ റിപ്പോർട്ട് വരും, അപ്പോൾ അറിയിക്കാവുന്നതാണ്. പിന്നെ വേഫാർ ഫിലിംസിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ലോഗോ രീതിയിൽ ഒരു സംഭവം പുറത്തിറക്കിയിട്ടുണ്ട്. ദേ ലിവ് എമംഗ് us എന്നുള്ള രീതിയിലാണ് താഴത്ത് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഫസ്റ്റ് ഇതിന് തുടക്കം കുറിക്കുന്നത് നെസ്ലിൻ കല്യാണി പ്രിയദർശനായിട്ടുള്ള ഡൊമിനിക് അരുണെടുക്കാൻ നടത്തിയതാണ്. അതിൽ ദുൽഖർ സൽമാന്റെ ഒരു ക്യാമിയോ അതേമാതിരി ടോവിനോ തോമസിന്റെ ക്യാമിയോ ഉണ്ട് എന്നുള്ള രീതിയിൽ കിട്ടിയിരുന്നു. ഈ നെസ്ലിന്റെ പടത്തിന്റെ അനൗൺസ്മെന്റ് പടത്തിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ 2026 പകുതിക്ക് ശേഷം അമീർ ഖാനെ വെച്ചിട്ട് ലോകസേനരാജ് ഒരു പടം എടുക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു സൂപ്പർ ഹീറോ രീതിയിലുള്ള പടമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതേമാതിരി തന്നെ ഇരുമ്പ് കൈമായാവി ആയിരിക്കും ആ പടം എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് അറിയത്തില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള തലപതി ചേട്ട പടത്തിന്റെ മലേഷ്യത്തെ റൈറ്റ് സീറ്റ് പോയിരിക്കുന്നത് 12 കോടിക്കാന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ലിയോ എന്ന് പറഞ്ഞ പടം 10 കോടിക്കാരൻ എടുത്തിട്ടുണ്ടായിരുന്നു. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള പടം 8.5 കോടിക്കാരൻ എടുത്തിട്ടുണ്ടായിരുന്നു. ജനനായകൻ 12 കോടിക്കാണ് എടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഏറ്റവും വലിയ തുക എടുക്കുന്ന തലപതി ചേട്ട പടം ഇപ്പോൾ ഇതായി മാറിയിട്ടുണ്ട്. പൊതുവെ നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ റൈറ്റ്സിൽ എടുക്കുന്ന പടം ഇതന്നെ തോന്നുന്നുണ്ട്. എന്തായാലും മലേഷ്യയിൽ എടുത്തിട്ടുള്ള മാലിക് സ്ട്രീംസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാണ് ചാനൽ ഫ്രീ കൂടെ ലുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.